ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ റോസ്റ്റിംഗ് വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവത്തിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ മുഴുവനായി കേൾക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട സിനിമ നടൻ സലീം കുമാർ മരണപ്പെട്ട സമയത്ത് കുറേ ആൾക്കാർ മൊബൈലും പിടിച്ച് ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇടിച്ചു കയറിയത് ഭയങ്കര വാർത്തയായിരുന്നു. സലീം കുമാറിൻ്റെ മകൻ അത് പ്രതികരിച്ചു. അവസാനം അത് വലിയ വാർത്തയാവാൻ കാരണമായി. അതിനുശേഷം അതിൽ പോലീസിൻ്റെ പ്രതികരണമൊക്കെ പുറത്തു വന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാരുണ്ട്, ഒരു മനസാക്ഷിയില്ലാത്ത ആൾക്കാർ, മരിച്ചു കിടക്കുന്നു എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അത് നാണക്കേട് എന്ന് പറയുന്നത്, ഞാനും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പരിശോധിക്കാം. ഒരു മനുഷ്യനെപ്പോലും ഇറിറ്റേഷൻ ചെയ്ത് ഞാൻ ഒരു വീഡിയോയും ഒരിടത്തും പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ മാന്യമായിട്ടാണ് ഞാനും വീഡിയോ എടുക്കാൻ ശ്രമിക്കാറ്. അങ്ങനെയൊക്കെ ഉള്ള മാന്യമായി വീഡിയോ എടുക്കുന്ന ആൾക്കാരെ പറയിപ്പിക്കാനാണ് ഇങ്ങനെ കുറേ ആൾക്കാർ മെനക്കെട്ട് നടക്കുന്നത്. ഇവർക്കൊന്നും ഒരു പണിയില്ല. കാര്യം സാമ്പത്തികമായിട്ട് ബാങ്കിലൊക്കെ നല്ല ഡെപ്പോസിറ്റ് ഉള്ള ആൾക്കാരും, അതുപോലെ തന്നെ മാസം ഏതെങ്കിലും വഴി കൂടെ ഒരു വരുമാനം സ്ഥിരമുള്ള ആൾക്കാരൊക്കെ ജോലിക്ക് പോകാതെ ഇങ്ങനെ മൊബൈലും കുത്തിപ്പിടിച്ച് നടക്കുകയാണ്. അവരെ വിചാരം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ കിട്ടും, അത് വാങ്ങിച്ച് കോടികൾ സമ്പാദിക്കാം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ ഒരു രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. കാര്യം ഇവർക്കൊന്നും ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ആനന്ദം മാത്രമാണ് അവർ നോക്കുന്നത്. മറ്റുള്ളവരുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവർ നോക്കാറില്ല. ഞാൻ അതിൽ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നു, സിനിമാ നടൻ ദിലീപ് നിൽക്കുന്നു. അപ്പോൾ ഇവരെ എല്ലാം ഇടയിൽ സെൽഫി എടുക്കാൻ വേണ്ടി ഒരു പുള്ളി ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് സെൽഫി എടുക്കുകയാണ്. അപ്പോൾ അയാൾ ചിന്തിക്കില്ല, അയാളെ വീട്ടിലും നാളെ ഒരു മരണം സംഭവിക്കുമെന്നും അവിടെ ഒരു ദുഃഖം വന്ന് ചേരുമെന്നും ആ ദുഃഖത്തിൽ പങ്കെടുക്കാൻ പലരും വരുമെന്നും അവരിങ്ങനെ ചെയ്താൽ എനിക്കെന്ത് മനോവികാരം ഉണ്ടാവുമെന്നും അന്ന് തോന്നുന്ന അതേ മനോവികാരമാണ് ഇപ്പോഴും അവർക്കുള്ളതെന്നും ചിന്തിക്കില്ല. പിന്നെ ഇതിൽ ദിലീപും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പ്രതികരിക്കുന്നില്ല. അത് അവരെ മര്യാദ. അവർ പ്രതികരിക്കുന്നില്ല, അവർ മാറി അവർ വന്ന കാര്യം ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. മരണത്തിന് വന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നാണം കെട്ട ഒരു പരിപാടിയാണ്. ഞാൻ പല സ്റ്റേറ്റുകളിലും പോയിട്ടുള്ളതാണ്. ഒരിടത്തും ഇങ്ങനത്തെ ഏർപ്പെടുന്നില്ല. തമിഴ്നാട്ടിലൊക്കെ ചെന്ന് മരണ വീട്ടിൽ ചെന്ന് മൊബൈലൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിക്കും ഫോണിനെ. അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളെ മുന്നേക്കാനും പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാണ് അവിടെയൊക്കെ. ചിലതൊക്കെ ഒറ്റ തിരിഞ്ഞുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. ഒരിക്കൽ ഞാനൊരു വാർത്ത കേട്ടിട്ടുള്ളത്, നമ്മുടെ സിനിമാ നടൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഒരു സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരാൾ അനധികൃതമായി ഒരു സെൽഫി എടുത്തത് അവസാനം 12 വർഷമാണ് അയാൾ കോടതി കയറി ഇറങ്ങിയത്. അതായത് കുരുവി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഒരാൾ സെൽഫി എടുത്തത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഒരു പയ്യനാണ് ആ സിനിമയുടെ ഷൂട്ടിങ്ങിനായി പോയത്. അവന് പ്രൊഡക്ഷനിലായിരുന്നു ജോലി. അപ്പോൾ 12 വർഷം എടുത്ത് കേസ് തീരാൻ വേണ്ടി. ഇതൊക്കെ നല്ല ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യൂട്യൂബർമാരെ ചീത്ത വിളിക്കുന്ന ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബർമാർ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബർമാരുണ്ട്. അവർക്കും കൂടെ നാണക്കേടുണ്ടാക്കാനാണ് ഈ രീതിയിലുള്ള ആൾക്കാരിങ്ങനെ മോശം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ഈ മോശം പ്രവൃത്തി മറ്റുള്ളൊരു ദുഃഖത്തിന് മറന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ മോശം പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ അതേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും നാണക്കേടാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒരു നടൻ, നമ്മളെല്ലാം ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച ഒരു നടൻ മരിച്ചപ്പോൾ അയാളെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നതിന് പകരം അവിടെ ചെന്ന് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അവരെ പ്രൈവസി ഇല്ലാതാക്കുക, അയാളുടെ മകൻ പ്രതികരിക്കുക, ഇതൊക്കെ സാക്ഷരത കേരളത്തിന് അപമാനമാണ്. ചില ആൾക്കാർക്ക് എന്തും ആവാം എന്നൊരു ഭാവമുണ്ട്. ആ ഭാവത്തിൻ്റെ ഒരു മനോവികാരമാണ് നമ്മളവിടെ കണ്ടത്.
നാട് നന്നാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളവിടെ കണ്ടത്. ചിന്തിക്കുമ്പം ഇതിലൊന്നും വേറെ വലിയ കഥയൊന്നുമില്ലെന്ന് തോന്നും. പക്ഷേ ഒരുപാട് കഥകളുണ്ട്. കാര്യം മറ്റുള്ളവരുടെ ദുഃഖത്തിന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ അതിൻ്റെ അകത്തുള്ള കഥ എന്താണെന്ന് മനസ്സിലാവും. അയാളുടെ മകൻ സന്തോഷമായിട്ടെല്ലാവരുടെയും പെരുമാറുന്ന ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവിടെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ചാനലുകാർ മോശമൊന്നുമില്ല. ചാനലുകാർ ആരുടെ മുഖത്തും ക്യാമറ കൊണ്ടിരിക്കും. ഇടയ്ക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്ന നാട്ടിൽ ക്യാമറയോ മൈക്കോ എന്തൊക്കെ താടിയിൽ ഇങ്ങനെ തട്ടി എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു ആഘോഷമാണ്. എവിടെ പോയാലും സെൽഫി പകർത്തുക, വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ ഒരു ആഘോഷമാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ചിലപ്പം കമൻറ്റിലൂടെ ചിലപ്പോൾ സാധാരണയായി ചിന്തിക്കാം, നിങ്ങളും യൂട്യൂബറല്ലേ, നിങ്ങളും വീഡിയോ എടുക്കാറില്ലേ? ഞാൻ ഇന്നുവരെയായിട്ടും ആരുടെ പ്രൈവസിയോ ആരുടെയും ഒരു മാനസികമായിട്ടുള്ള വികാരങ്ങൾ മനസ്സിലാക്കാതെയോ അവരെ ഇറിറ്റേഷൻ ചെയ്യുന്ന രീതിയിലോ ഞാൻ ഒരു വീഡിയോയും ഒരിടത്തും അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഫേസ്ബുക്കൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിലൊന്നും എനിക്കൊരു വരുമാനമില്ല. പിന്നെ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ഇന്നുവരെയായിട്ട് ഒരു മരണ വീട്ടിൽ കയറി വീഡിയോ എടുത്തിട്ടില്ല, ഒരു വിവാഹ വീട്ടിൽ പോയി വീഡിയോ എടുത്തില്ല, ഒരു കടയ്ക്കകത്ത് അനാവശ്യമായി ക്യാമറ ഓണാക്കിയിട്ടില്ല. എല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആവശ്യമില്ലാത്ത വീഡിയോസൊന്നും ഞാൻ എടുക്കാറില്ല. മരണ വീട്ടിലെ വീഡിയോ എന്നൊക്കെ പറയുന്നത് വളരെയധികം കേവലപ്പെട്ട ആൾക്കാരാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കണം, നാളെ നിങ്ങളെയും തേടി അവൻ വരും കാലൻ. അപ്പോൾ ശരി, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ആ കാലം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദുഃഖം വരും, നിങ്ങളുടെ സ്വന്തക്കാർക്ക് ദുഃഖം വരും. അപ്പോൾ അവരെ ദുഃഖത്തിൽ മറ്റൊരാൾ ക്യാമറയും കൊണ്ട് ചെന്നാൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കൂ. ഇത് നിങ്ങളുടെ കുഞ്ഞു സഹോദരൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം.